പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റിലേക്കുള്ള വരവ് അത് രാഷ്ട്രീയമായൊക്കെ തന്നെ കോൺഗ്രസിന് കൂടുതൽ കരുത്ത് പകരും എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. എന്തായാലും എന്താണ് വയനാട്ടിനായി പ്രിയങ്ക ഗാന്ധി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നതിലെ ഒരു ആകാംക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം പ്രചാരണ സമയത്തൊക്കെ പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വെച്ചത് ഒരു സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് അല്ലെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ കാര്യമായി പറയാതെ. അപ്പൊ ഇനി പ്രിയങ്ക ഗാന്ധിക്ക് ആ നയവുമായി പോയാൽ പറ്റില്ല എന്ന് തോന്നുന്നു. രാഷ്ട്രീയം കൂടെ പറയുക, അതേപോലെ തന്നെ വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. എങ്ങനെയായിരിക്കും അത് നമുക്ക് നോക്കാം റിപ്പോർട്ടിലേക്ക്. ആദ്യ മത്സരത്തിൽ തന്നെ വയനാടിന്റെ പ്രിയങ്കരിയായി മാറിയ പ്രിയങ്ക ഗാന്ധി ഇന്നു മുതൽ ലോക്സഭാ MP. 4,10,931 ഭൂരിപക്ഷം നേടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ പ്രവേശനം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സമരമുഖങ്ങളിലും കോൺഗ്രസിനെ ആവേശം കൊള്ളിച്ച ശബ്ദം ഇനി പാർലമെന്റിലും. MP എന്ന നിലയിൽ പഠിക്കാനും തെളിയാനും ഏറെയുണ്ട്. പിതാമഹൻ ജവഹർലാൽ നെഹ്റു മുതൽ സഹോദരൻ രാഹുൽ ഗാന്ധി വരെ നടന്ന വഴിയിലൂടെയാണ് ഇനിയുള്ള നടപ്പ്. വാക്കെടുത്ത് പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. ഓരോ നീക്കത്തിലും രാഷ്ട്രീയം വേണം. എന്നും വയനാടിനെ ചേർത്ത് നിർത്തുമെന്ന വാക്ക് പാലിക്കണം. I want to thank the people of Wayanad from my heart for giving me the honor to represent them, for giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. 2004 റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടായിരുന്നു തുടക്കം. UPയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി സജീവ രാഷ്ട്രീയത്തിലേക്ക്. ചെറുകൂട്ടങ്ങളിൽ സംസാരിച്ച് സ്വയം രാഗിമിനുക്കൽ. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. UPയിൽ നിർജീവമായിരുന്ന കോൺഗ്രസ് കമ്മിറ്റികൾ പുനരുജ്ജീവിപ്പിച്ചു. അപ്പോഴും നേരിട്ടൊരംഗത്തിനിറങ്ങാൻ മടിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി റായ്ബറേലി ഒഴിഞ്ഞപ്പോൾ പകരം പ്രിയങ്കയെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഉറപ്പിച്ചു. എന്നാൽ അന്നും സമ്മതം മൂളിയില്ല. പടിപടിയായി തന്റെ സ്വാധീനം ഉറപ്പിച്ച ശേഷം ഒടുവിൽ കളത്തിലിറങ്ങി ജയിച്ചു കയറി. സഹോദരന്റെ പകരക്കാരിയായി. സ്ത്രീകളെ കയ്യിലെടുക്കുന്ന പ്രചാരണ ശൈലി വയനാട്ടിലും തുടർന്നു. ഉരുൾപൊട്ടൽ ജീവിതം തകർത്ത ജനതയ്ക്ക് കേന്ദ്ര സഹായം. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ ശാശ്വത പരിഹാരം. ചുരം താണ്ടാതെ ജീവൻ കാക്കാൻ ഒരു മെഡിക്കൽ കോളേജ്. രാത്രിയാത്രാ നിരോധനം പിൻവലിക്കൽ. പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് വയനാട് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പലതുമുണ്ട്. റിസർച്ച് ഡെസ്ക് 24.